ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിത് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ, ഇത് ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് എന്തെങ്കിലും പറമ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് എന്താ തോരൻ കിട്ടുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമുക്കിന്ന് പറമ്പെന്ന് തോരൻ വെക്കാൻ കിട്ടാന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ല തകരേൻ്റെ ഇല ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇന്ന് തോരൻ വെക്കാനായിട്ട് എടുക്കാം. ഇത് കണ്ടോ, മഴയൊക്കെയാണ്, അപ്പോൾ വെള്ളം വീണ് കിടക്കുന്നുണ്ടാവും. കണ്ടോ നല്ല ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്നത് തോരൻ വെക്കാനായിട്ട് പൊട്ടിച്ചെടുത്താലോ. നമുക്ക് തളിരില തന്നെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. തകരേൻ്റെ ഇല കണ്ടിട്ടില്ലാത്തവരുണ്ടോ? കഴിക്കാത്തവരുണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മഴ നല്ല ചാറിയിട്ടുണ്ട്, ആകെ നനഞ്ഞു. അല്ല, നമുക്കിത് പോയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ള കാന്താരി ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. സാധാ നമ്മൾ ചീര അരിയും പോലെ തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ ഈ തകര. നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന 10 ഇലകളിൽ ഒന്നാണ് കേട്ടോ ഈ തകരയില. അയൺ, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ധാരാളമായിട്ട് തകരയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഏത് കാലാവസ്ഥയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മുടെ കണ്ണിനൊക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ ഇല്ലേ, അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഇലക്കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്കിത് പോയി വെക്കാം. ചീരച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കാന്താരിയില്ല, അതൊന്നും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളി ഇടണം. പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ല, അപ്പം ഞാൻ വല്യുള്ളി ചെറുതാക്കി വരുന്നതാണ് കേട്ടോ. സവാള അതൊന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുക്കി വെച്ച് തേങ്ങയില്ല, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് കുറച്ച് ഇങ്ങനെ വഴറ്റാം. നമുക്ക് അവസാനം നമ്മൾ തകരേനയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തകരേൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇളക്കി അതൊന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു വെക്കാമല്ലോ. ആദ്യം നോക്കട്ടെ. നോക്ക്, നമ്മുടെ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. തരാം. സൂപ്പർ ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ തകര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ആദ്യമൊക്കെ വീട്ടിലെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അന്നൊന്നും നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ എവിടെ കിട്ടിയാലും അത് പറിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഔഷധ ഗുണങ്ങൾ കൂടുതലുണ്ട് കേട്ടോ ഇതിന്. പണ്ടത്തെ ആളുകളൊക്കെ ഇത് നന്നായിട്ട് കഴിക്കുമായിരുന്നല്ലോ. അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ താളും തകരയൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് നമുക്കിതൊന്നും വേണ്ട. നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഒരു പൈസ മുടക്കവും ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങളല്ല ഇതൊക്കെ. എന്തായാലും കിട്ടുന്നവരൊക്കെ നന്നായിട്ട് അത് കഴിക്കാൻ നോക്കുക. അത്രയ്ക്കും ഗുണങ്ങളുണ്ട് അതിൽ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.